പാഠം 609 ചില വിദ്യാഭ്യാസ ചിന്തകൾ. SSLC പരീക്ഷാഫലം തെറ്റുകളുടെ കൂമ്പാരമെന്ന് വിദഗ്ധർ. പരീക്ഷ എഴുതിയ പരമാവധി കുട്ടികളെയും ജയിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ മൂല്യനിർണ്ണയം പരിഹാസമായി. കഷ്ടം. 4-5 ലക്ഷം കുട്ടികളുടെ ഭാവിയാണ്. അത് വെച്ചാണ് ഒരു മന്ത്രി തമാശ കളിക്കുന്നത്. എന്താണ് ഇത് കണ്ടോ ഭാമേ? SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിൽ മുഴുവൻ തെറ്റുകളാണ്. ഇങ്ങനെ പോയാൽ നാടിന്റെ അവസ്ഥ ഉണ്ടാവും. മാറിന് ലൈസൻസ് കൊടുക്കുന്നതും SSLC പരീക്ഷയുടെ പേപ്പർ നോക്കുന്നതും ഒരുപോലെയായി. ഇതിൽ മോഹനയുടെ ഇങ്ങനെ രോഷാകുലായിട്ട് യാതൊരു കാര്യമില്ല. ഇത് കേരളമാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. പരീക്ഷ എഴുതിയ 98% പിള്ളേരും ജയിച്ചെന്ന്. ഇത്ര പേരും ജയിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പരീക്ഷയായിരിക്കും ഇത്. മഴയത്ത് നനയാതെ സ്കൂൾ വരാതെ കയറി നിന്ന പോത്തും മരപ്പട്ടിയും പോലും SSLC പാസ്സായെന്നാണ് നാട്ടുകാർ പറയണത്. ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത ആളുകളെ കാര്യങ്ങൾ ഏൽപ്പിച്ച ഈ നാടിന്റെ അവസ്ഥ എന്താവും? ഇത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നാട്ടിലെ പൗരന്മാരുടെ അറിവും ആരോഗ്യവുമാണ്. മോഹനേട്ടൻ പേടിക്കണ്ട. നമ്മുടെ കുട്ടികൾക്ക് മന്ത്രിമാരെക്കാട്ടിലും ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടോളൂ. എങ്ങനെ രക്ഷപ്പെടാൻ? ഭാമേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസമില്ലാതെ ഈ കാലത്ത് ആരും രക്ഷപ്പെടില്ല. വിദ്യാഭ്യാസം പ്രധാനപ്പെട്ടത് തന്നെയാ മോഹനേട്ടാ. പക്ഷെ അതിനേക്കാട്ടിലും പ്രധാനം ഒരാളുടെ സ്വയമുള്ള തിരിച്ചറിവുകളാണ്, ചെയ്യുന്ന കാര്യങ്ങളിലെ ആത്മാർത്ഥതയും. കഠിനാധ്വാനിയായ ഒരാൾക്ക് വിദ്യാഭ്യാസം ഒരല്പം കുറവാണെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ഇതൊക്കെ വെറുതെ പറയാവുന്നേ ഉള്ളൂ. വിദ്യാഭ്യാസമില്ലാത്തവർ കുറ്റകൃത്യങ്ങളിലും വഴിവിട്ട ജീവിതത്തിലേക്കൊക്കെയാണ് പോകുന്നത്. അയ്യടാ, വിദ്യാഭ്യാസമുള്ളവർ ഇതൊന്നും ചെയ്യുന്നില്ലായിരിക്കും. നമ്മുടെ നാട്ടിലെ എണ്ണം പറഞ്ഞ ക്രിമിനലുകളെ ഒന്ന് നോക്കിയാൽ അറിയാം, എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാ. മോഹനേട്ടാ, വിദ്യാഭ്യാസത്തെക്കാട്ടിലും പ്രധാനമാണ് ഒരാളുടെ മനോഭാവം. ആ ഫോൺ എടുത്തിട്ട് ഇതിനുള്ള മറുപടി പറയാം. അത് മറുപടി ഉണ്ടോ? ഹലോ, അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? അതെ. എന്റെ പേര് സുരേന്ദ്രൻ എന്നാ. സത്യഭാമ വക്കീലോട് സംസാരിക്കാൻ പറ്റുമോ? കൊടുക്കാം. ഭാമേ ഇപ്പൊ വരും. മോഹനകൃഷ്ണൻ സാറാണല്ലേ? അതെ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇന്നോ നാളെയോ ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നേരിട്ട് കാണാമല്ലോ. വില്ലേജ് ഓഫീസിൽ എന്താ കാര്യം? കാര്യമുണ്ട്, ഞാൻ നേരിട്ട് വരാം. ഹലോ. ഞാൻ സുരേന്ദ്രനാണ്. സാറായിരുന്നോ? എന്താ സാർ രാവിലെ? സദാനന്ദം വക്കീലുമായി ഞാൻ ആ കേസിന്റെ കാര്യം സംസാരിച്ചു. കരമടച്ച രസീതും കൈവശാവകാശ സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുചെന്നാൽ കാര്യങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. നന്നായി സാർ. വില്ലേജ് ഓഫീസിൽ വലിയ കാലതാമസം വരാതെ നോക്കാൻ മോഹനേഷ സാറിനോടൊന്ന് പറയണം. ഞാനിന്ന് അവിടെ പോയി സാറിനെ കണ്ടോളാം. അയ്യോ, സാർ നേരിട്ട് പോകണമെന്നൊന്നുമില്ല. ആരെങ്കിലും ഒന്ന് അയച്ചാ മതി. ഞാൻ മോഹനോട് പറഞ്ഞോളാം. ആവശ്യക്കാരൻ ഞാനല്ലേ, ഞാൻ പോവാം. സത്യഭാമ ഒന്ന് സൂചിപ്പിച്ചാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരി സാർ. ഈ വിളിച്ചാരാണെന്ന് മോഹനോട് അറിയാമോ? സുരേന്ദ്രൻ ഒരു പേര് പറഞ്ഞു. വെറും സുരേന്ദ്രനല്ല, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായ 5 സ്റ്റാർ ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ സുരേന്ദ്രൻ. സുരേന്ദ്രൻ സാറിനില്ലാത്ത ബിസിനസ് വല്ലതും ഉണ്ടോ? ഹോട്ടലുകൾ, റിയൽ എസ്റ്റേറ്റ്, പച്ചക്കറി കയറ്റുമതി. കോടീശ്വരനല്ലേ ആള്. എന്തിനാണ് അങ്ങനെ വില്ലേജ് ഓഫീസിലേക്ക് വരുന്നത്? ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ കരം തീർത്ത രസീതും. എന്തോ ഒരു കേസിന്റെ ആവശ്യത്തിന്. ഇന്നലെ സദാനന്ദ സാറിന്റെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോ സാറാണ് എന്നെ സുരേന്ദ്രൻ സാറിന് പരിചയപ്പെടുത്തി കൊടുത്തത്. വില്ലേജ് ഓഫീസിൽ വലിയ കാലതാമസം ഒന്നും ഉണ്ടാകാതെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് മോഹനേട്ടനോട് പറയാൻ സദാനന്ദ സാർ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. വില്ലേജ് ഓഫീസ് ഒരു സർക്കാർ ഓഫീസാണ്. അവിടെ കാര്യങ്ങൾ ചെയ്യാൻ നിയമവും ചട്ടവുമുണ്ട്. ഏത് കോടീശ്വരം വന്നാലും അവിടെ ചട്ടപ്രകാരം മാത്രമേ കാര്യങ്ങൾ നടക്കൂ. മോഹനേട്ടാ, ഈ സുരേന്ദ്രൻ എന്ന മനുഷ്യനെ ഒന്ന് പരിചയപ്പെടേണ്ട ആളാ. കയ്യിൽ അന്തമില്ലാത്ത പണമുണ്ട് എന്നതിന്റെ ഒരു അഹങ്കാരവും ഇല്ല.
ഒരു സാധു മനുഷ്യൻ, എപ്പോഴും ചിരിച്ച് കളിച്ച് സംസാരിക്കും. കണ്ടിട്ടുണ്ടെങ്കിലേ ഒരു സാധാരണക്കാരാണെന്ന് തോന്നും. ഇന്നലെ സദാനന്ദ സാറ് വിളിച്ചിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് എന്നത്. പരിചയപ്പെടുത്തിയപ്പോ എന്റെ മോഹനേട്ട ഞാൻ സത്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 5 സ്റ്റാർ ഗ്രൂപ്പിലെ സുരേന്ദ്രൻ എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ആള് നേരെ മുന്നിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടാതിരിക്കുവോ? ഞാനാണെങ്കിൽ കേട്ടില്ല. കാരണം സമൂഹത്തിലെ ഉന്നതരായ ഒരുപാട് ആളുകളുമായി ഇടപഴകുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് കെ മോഹനകൃഷ്ണൻ. അവരെ പോലെ ഒന്നും അല്ല സുരേന്ദ്ര സാറ്. ഒരു പ്രത്യേക മനുഷ്യനാ. പ്രത്യേക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രാവണനെ പോലെ 10 തലയും 20 കൈകളൊക്കെ ഉണ്ടോ? ഒരുപാട് കോമഡി പറയല്ലേ. ഇക്കാലത്ത് കുറച്ച് പൈസ കൈവരുമ്പോ ഓരോരുത്തർ കാണിക്കുന്ന അഹങ്കാരം നമ്മൾ കാണുന്നല്ലേ മോനട്ടാ. ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സുരേന്ദ്ര സാർ എത്ര ലളിതമായിട്ടാ ജീവിക്കുന്നത് അറിയാമോ? കുറച്ചു മുന്നേ മോഹനേട്ടൻ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസമാണ് ഒരാളെ ശക്തനാക്കുന്നതെന്ന്. അത് സുരേന്ദ്ര സാറിന്റെ കാര്യത്തിൽ അടിമുടി തെറ്റാണ്. ആ സാറിന് എഴുത്തുമായനും തന്നെ കഷ്ടിയാണ്. 1ാം ക്ലാസ്സിൽ തന്നെ പഠിത്തു നിന്നു. വെറും 1ാം ക്ലാസ്സുകാരനായ ഒരാൾ കച്ചവടം ചെയ്ത് കോടീശ്വരനായി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അങ്ങനെയാണെങ്കിൽ അയാൾ നടത്തുന്നത് കള്ളക്കച്ചവടവും മോഷണമായിരിക്കും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയില്ല മോനട്ടാ. അങ്ങനത്തെ കളത്തരൊന്നും കാണിക്കുന്ന ആളല്ല സുരേന്ദ്ര സാറ്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ടാണ് കൈ നിറയെ പണം ഉണ്ടാക്കിയത്. അല്ല പിന്നെ ആമേ, എന്ത് ജോലി ചെയ്യണമെങ്കിലും ഈ കാലത്ത് അടിസ്ഥാന വിദ്യാഭ്യാസം വേണം. അതില്ലാത്ത ഒരാൾ പണം ഉണ്ടാക്കിയെങ്കിൽ അത് നേരായ വഴിക്കല്ല എന്ന് ഉറപ്പാണ്. ഇനിയിപ്പോ അത് എങ്ങനെയാണ് എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. ഇതിനെ നമ്മൾ അസൂയ എന്ന് പറയും. കെമിസ്ട്രിയിൽ 1ാം ക്ലാസ് ബിരുദം എടുത്തു എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന മോഹനേട്ടന് മാസാമാസം കിട്ടുന്നത് 25,000 രൂപ. 1ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും കഷ്ടിയായ സുരേന്ദ്രൻ സാറ് ഓരോ മാസം ഉണ്ടാക്കുന്നത് കോടിക്കണക്കിന് രൂപ. അസൂയ എന്തായാലും ഉണ്ടാവും. എനിക്ക് ഇപ്പോ മാസാമാസം കിട്ടുന്നത് 25,000 രൂപയാണ് എന്നുള്ളത് നേരം. പക്ഷെ കുറച്ച് കഴിയുമ്പോ ഞാൻ തഹസിൽദാരാവും, കളക്ടറാവും. അപ്പോ എന്റെ ശമ്പളം എത്ര ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴേക്കും സുരേന്ദ്ര സാറിന്റെ മാസ വരുമാനം കോടികളായിട്ട് പിന്നെയും കൂടും. എന്റെ മോഹനേട്ടാ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിചാരിച്ചിട്ടുണ്ട് ഈ കാലത്ത് എന്ത് സമ്പാദിക്കാനാ? പണം മാത്രമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ കാര്യം. എന്തൊക്കെ പറഞ്ഞാലും എന്റെ വിദ്യാഭ്യാസം ഈ യോഗ്യനില്ലല്ലോ. എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അങ്ങേർക്ക് വിവരം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഒരു വിവരം ഇല്ലാത്തവർ ഇത്രയും വലിയ ബിസിനസ്സുകാരനാവോ മോഹനേട്ടാ? സുരേന്ദ്ര സാറിന് ഡിഗ്രി ഒന്നും കാണില്ലായിരിക്കും, പക്ഷേ പ്രായോഗിക ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ബിസിനസ്സിൽ വിജയിച്ചത്. മോഹനേട്ടന് എത്ര തർക്കിച്ചാലും ആ സാമർത്ഥ്യം ഇല്ലാതാവൂ. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? വിദ്യാഭ്യാസം കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണോ? എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലേ? ആ, വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. പക്ഷെ സാഹചര്യവശാൽ വിദ്യാഭ്യാസം ഇല്ലാതെ പോയിന്ന ഒറ്റ കാരണം കൊണ്ട് ആരും മോശക്കാരാവുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞത്. വിദ്യാഭ്യാസം ഇല്ലാതെ വന്നാലും കഠിനാധ്വാനം കൊണ്ട് ജീവിതത്തിൽ വിജയിച്ചവരെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഇന്ന് സുരേന്ദ്രൻ സാർ വില്ലേജ് വരും. അപ്പൊ മോഹനേട്ടൻ സംസാരിച്ചു നോക്ക്. അപ്പൊ അറിയാലോ ആ മനുഷ്യൻ ഏത് തരക്കാരനാന്ന്. സാറേ, സാറേ ഇവിടെ ഇല്ലേ? നമസ്കാരമുണ്ട് സാർ. സാറേ, വേലായുധന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. രാവിലെ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ കണ്ടത് വേലായുധനെ. അവനിന്ന് ബാങ്കിൽ കൊടുക്കാനുള്ളതാണ്. നമസ്കാരം. ഉത്തമ, ഞാൻ വില്ലേജ് ഓഫീസർ ആയത് കൊണ്ടാണല്ലോ ഉത്തമൻ ഈ കാര്യം എന്നോട് വന്ന് ആവശ്യപ്പെടുന്നത്. അതെ അതെ അതെ. ഞാൻ എങ്ങനെയാ വില്ലേജ് ഓഫീസർ ആയത്? അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാ, ഞാൻ കോളേജിൽ പോയി പഠിച്ച് ഡിഗ്രി എടുത്ത് PSC നടത്തിയ പരീക്ഷ എഴുതി പാസ്സായത് കൊണ്ടാണല്ലോ വില്ലേജ് ഓഫീസർ ആയത്. ആയിരിക്കും. ആണ്. അപ്പോ ഞാൻ കോളേജിൽ പോയി പഠിച്ചില്ലായിരുന്നെങ്കിലോ? സാറ് കോളേജിൽ പോയി പഠിച്ചല്ലോ. ഭാമ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന് ഒരു സ്ഥാനവുമില്ലെന്നാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല മോനട്ടാ.
വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരാൾ ജീവിതത്തിൽ വിജയിക്കില്ല എന്നും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവർ പോലും കഠിനാധ്വാനം കൊണ്ട് ജീവിത വിജയം നേടിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ എങ്ങനെ വിജയിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മോഹനേട്ടൻ ഡിഗ്രി ഏത് വിഷയത്തിലാ? കെമിസ്ട്രിയിൽ. ഈ കെമിസ്ട്രിയും വില്ലേജ് ഓഫീസും തമ്മിൽ എന്താ ബന്ധം? കരമടച്ച രസീത് കൊടുക്കാനോ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ കെമിസ്ട്രിയുടെ ആവശ്യം എന്താണ്? വിദ്യാഭ്യാസം കൊണ്ട് മാത്രം വലിയ ആളാവുമായിരുന്നെങ്കിൽ മോഹനേട്ടൻ ഏതെങ്കിലും കെമിസ്ട്രി ലാബിൽ പോയി ജോലി ചെയ്യേണ്ടി വരുമായിരുന്നു. ഇല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ പോയി കെമിസ്ട്രി പഠിപ്പിക്കണമായിരുന്നു. പക്ഷെ മോഹനേട്ടൻ ആയതെന്താ? കെമിസ്ട്രിയുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്തൊരു വില്ലേജ് ഓഫീസർ. റവന്യൂ വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥൻ പഠിക്കേണ്ടതും അനുസരിക്കേണ്ടതും കേരള സർവീസ് ചട്ടങ്ങളാണ്. അല്ലാതെ കെമിസ്ട്രിയിലെ നിയമങ്ങൾ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചുരുക്കത്തിൽ മോഹനേട്ടൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും മോഹനേട്ടൻ കോളേജിൽ പോയി പഠിച്ചതല്ല. ഇത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ വക്കീൽ പറഞ്ഞതിലെ കുറച്ച് കാര്യമുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ലല്ലോ ജീവിതത്തിലെ കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറും 10ാം ക്ലാസ്സുകാരനായി ഞാൻ ഇവിടെ വരെ എത്തുമായിരുന്നു. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ അങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ സാറേ. ഞാൻ നേരത്തെ പറഞ്ഞ വേലായുധന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇവിടെ സർട്ടിഫിക്കറ്റ് ഇരിപ്പില്ല. ഇതെന്റെ വീടാണ് സാറേ. ഞാൻ ഓഫീസിലോട്ട് വരാം സാറേ. ഇന്ന് എന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് ബാങ്കിൽ കൊടുക്കാൻ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. കൂടെ ഓഫീസിൽ ചെല്ലാം. 10ാം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് ഒരു വഴിക്കായല്ലോ ശിശു പറഞ്ഞേട്ടാ. എഴുതിയ മിക്കവാറും പേര് ജയിച്ചെന്നാ പറയണത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇത്രയ്ക്കും മെച്ചപ്പെട്ടോ? അത് വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെട്ടതിന്റെ ഒന്നും അല്ല പ്രൊഫസറെ. പിള്ളേർക്ക് വാരിക്കൊരു മാർക്ക് ഇട്ട് കൊടുത്തു. റീവാലുവേഷൻ വന്നപ്പോ ആദ്യം ഇട്ടതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയാൽ ആദ്യം പേപ്പർ നോക്കിയ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് പോവും. അതാ ചട്ടം. അതുകൊണ്ട് ആദ്യം തന്നെ ഇഷ്ടം പോലെ മാർക്ക് ഇട്ട് കൊടുത്ത് സാറന്മാര് തടി കയറാവാതെ നോക്കി. ഇങ്ങനെ പോയ പിള്ളേരുടെ ഭാവി എന്താവും ശിശു പറഞ്ഞേട്ടാ? പിള്ളേരുടെ ഭാവി അതൊക്കെ ആര് നോക്കുന്നു? എന്താണ് ഇവിടെ വലിയ ചർച്ച? ഒന്നുമില്ല സാർ, ഞങ്ങള് SLC റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വിദ്യാഭ്യാസത്തിന് മനുഷ്യ ജീവിതത്തിൽ ഒരു സ്വാധീനവുമില്ല എന്ന് പറയുന്നതിനെ പറ്റി സ്വയം പ്രഭയുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ ആരാ സാറേ പറഞ്ഞത്? ചിലർ അങ്ങനെ കരുതുന്നുണ്ട്. 5 സ്റ്റാർ ഗ്രൂപ്പിലെ സുരേന്ദ്രൻ എന്നൊരാൾ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കാര്യത്തിലൂടെ വന്നിരുന്നോ? ഇല്ല സാർ. അല്ല, സുരേന്ദ്ര സാറിനെ പോലുള്ളവർ നേരിട്ട് വരില്ലല്ലോ. ആരെങ്കിലും അയക്കുകയല്ലേ ഉള്ളൂ. നേരിട്ട് വരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. പുള്ളിക്കാരൻ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കണം. വിളിക്കാം സാർ. ചില സംശയങ്ങൾ തീർക്കാനുണ്ട്. സംശയങ്ങൾ ഉണ്ടാവുമ്പോ അനുഭവസ്ഥരോട് ചോദിച്ച് അത് തീർക്കുന്നതല്ലേ നല്ലത്. ഗ്രൂപ്പിലെ സുരേന്ദ്ര സാർ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നേരിട്ട് വരാനോ? ഞാൻ വിശ്വസിക്കില്ല. അങ്ങേരെ ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാ. ആയിരിക്കും. പക്ഷെ ആളൊരു പാവ. പണ്ട് കോവിലകം തറവാട്ടിൽ കാര്യസ്ഥനായി ജോലി ചെയ്തിരുന്ന ആളാ. അവിടുന്ന് പിരിച്ചു വിട്ടപ്പോ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. ഇപ്പൊ കോവിലകം ഗ്രൂപ്പിന്റെ 4 ഇരട്ടി വരും സുരേന്ദ്ര സാറിന്റെ ആസ്തി. അതിനാ ഭാഗ്യം എന്ന് പറയുന്നത്. നമുക്കൊന്നും ആ ഭാഗ്യം ഇല്ലാതെ പോയി ജീവിതകാലം മുഴുവൻ ഈ കസേരയെന്ന് ഫയല് നോക്കാനാ വിധി. അതുകൊണ്ട് കാര്യമായിട്ട് വല്ലതും കിട്ടോ? ഇല്ലതാനും. സാർ, സാർ പറഞ്ഞ സുരേന്ദ്ര സാർ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ പറയണോ സാർ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. കരം തീർത്ത രസീത് ഇപ്പൊ തരാം. പക്ഷേ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകണമെങ്കിൽ കരം തീർത്ത രസീതും കൂടെ അപേക്ഷയിൽ വേണം. 3 ദിവസം കഴിഞ്ഞ് സാറ് വന്നാൽ എല്ലാം കൂടെ ഒരുമിച്ച് തരാം. അത് മതി. സാധാരണ സർക്കാർ ഓഫീസിൽ പോയാ ഇങ്ങനെയുള്ള പെരുമാറ്റമല്ല കാണുന്നത്. ഇവിടെ എല്ലാത്തിനും ഒരു ചിട്ടയും ഒതുക്കമുണ്ട്. മോഹനേഷ് സാറല്ലേ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. ചിട്ടയൊക്കെ ഉണ്ടാവാതെ പറ്റൂ? ആളെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഇതുവരെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇല്ലേ? ഉണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. ഞാനും സാറിനൊന്ന് കാണാനിരിക്കായിരുന്നു. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. സമയം ഉണ്ടാവോ?
അങ്ങനെ തിരക്കൊന്നുള്ള ആളല്ല ഞാൻ. ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് പുറത്തേക്കാം. മോഹനേഷ് സാറിന്റെ പെരുമാറ്റത്തിൽ എന്തോ പ്രത്യേകത ഉണ്ടല്ലോ ശിശുപാലൻ ചേട്ടാ, എന്താ കാര്യം? ഒരു പിടിയില്ല. അങ്ങനെ ഊഹിച്ച് മനസ്സിലാക്കാവുന്ന സ്വഭാവമല്ലല്ലോ സാറിൻ്റെത്. ഇതെന്തോ വലിയ പ്രശ്നമാണ്. എന്തായിരിക്കും അത്? വില്ലേജ് ഓഫീസിൽ വരുന്ന ഒരാളോട് അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം വില്ലേജ് ഓഫീസർക്കില്ല. കൊണ്ടുവരുന്ന കടലാസുകൾ നോക്കി വന്ന കാര്യം നടത്തി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം, അത്ര തന്നെ. പക്ഷെ എന്റെ ഭാര്യ സുരേന്ദ്രൻ സാറിന് അറിയാം, സത്യഭാമയും ഞാനും തമ്മിൽ ഒരു തർക്കമുണ്ടായി. മനുഷ്യ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന് അവൾ പറഞ്ഞു. അതിനൊരു ഉദാഹരണമായി അവൾ പറഞ്ഞത് സാറിന്റെ കാര്യമാണ്. സാറിന് വിദ്യാഭ്യാസമില്ല എന്ന് അവൾ പറഞ്ഞത് വാസ്തവാണോ? അതെ. എന്നെ ആരെങ്കിലും മാതൃകയാക്കണമെന്നോ വിദ്യാഭ്യാസമില്ലെങ്കിലും ജീവിത വിജയം നേടുന്നതിന് ഉദാഹരണമാണ് ഞാനെന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. എനിക്ക് വിദ്യാഭ്യാസമില്ലാതെ പോയത് പഠിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടാ. കോവിലകം തറവാട്ടിലെ കാര്യസ്ഥന്മാരായിരുന്നു പാരമ്പര്യമായിട്ട് എന്റെ കുടുംബക്കാർ. അച്ഛനവിടെ കാര്യസ്ഥനായിരുന്നു. ഞാൻ വളർന്നതും അവിടെയാ. ഭാവിയിൽ ആരാവാനാ പരിപാടി എന്ന് ചോദിച്ചാൽ ഇടം വലം നോക്കാതെ കോവിലകത്തെ കാര്യസ്ഥനാകണമെന്ന് ചെറുപ്പത്തിലേ പഠിച്ചു വെച്ചു. അപ്പൊ പിന്നെ സ്കൂളിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അച്ഛൻ മരിച്ചപ്പോ ഞാൻ കാര്യസ്ഥനായി. എഴുത്തും വായനയൊന്നും പഠിച്ചില്ലെങ്കിലും കോവിലകത്തെ കാര്യങ്ങളൊക്കെ ചിട്ടപ്പടി ചെയ്യാൻ ഞാൻ മിടുക്കനായിരുന്നു. കല്യാണം കഴിച്ച് 2 കുട്ടികളും ജനിച്ച ശേഷമാ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. കോവിലകത്തെ ഭരണം പുതിയ തലമുറ ഏറ്റെടുത്തു. കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നു. എഴുത്തും വായനയും അറിയാത്ത കാര്യസ്ഥൻ പുതിയ പിള്ളേർക്കൊരു പ്രശ്നമായി. കാലം മാറുന്നതിനനുസരിച്ച് അവരും മാറിയെന്നർത്ഥം. അക്ഷരാഭ്യാസമില്ലാത്ത എനിക്ക് മാറാൻ പറ്റില്ലല്ലോ. ഒടുവിൽ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനമായി. എന്നെ ഒഴിവാക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കാല് പിടിച്ചു. വേറൊരു ജോലിയോ അറിയില്ല. ഭാര്യയും 2 മക്കളും ഉണ്ട്. പെരുവഴിയിലേക്ക് ഇറക്കി വിടരുതേ എന്ന് കരഞ്ഞു പറഞ്ഞു. കേട്ടില്ല. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലായി. കയറിക്കിടക്കാനൊരു സ്ഥലമില്ല. എന്റെയും ഭാര്യയുടെയും കാര്യം വിടാം, കുട്ടികളെ പട്ടിണിക്കിടാൻ പറ്റുമോ? പലരുടെയും കാല് പിടിച്ചു. ഒടുവിൽ ഒരു ഹോട്ടലിൽ മേശ തുടയ്ക്കാനും പാത്രം കഴുകാനുള്ള ജോലി കിട്ടി. പിന്നത്തെ കഥ അത്ഭുത വിളക്ക് കിട്ടിയ അലാഹുദ്ദീന്റെ കഥ പോലെയായി. 1 കൊല്ലം കഴിഞ്ഞ് ഒരു ചെറിയ ചായക്കട സ്വന്തമായി തുടങ്ങി. ഞാനും ഭാര്യയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. ചായക്കട ഹോട്ടലായി. ഒരു ഹോട്ടൽ 2ആയി, 3ആയി. പിന്നെയുള്ളത് ചരിത്രം. അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് എല്ലാം വെട്ടിപ്പിടിച്ചു. സമ്മതിച്ചിരിക്കുന്നു. സാറിന്റെ കഠിനാധ്വാനവും ഉത്സാഹവുമാണ് എല്ലാത്തിനും കാരണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, എഴുത്തും വായനയും പോലും അറിയാതിരുന്നിട്ടും സാർ ഇത്രയും ഉയരത്തിലെത്തി. അപ്പോ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പഠിച്ചിരുന്നെങ്കിലോ എത്രമാത്രം വലിയ ആളാകുമായിരുന്നു? അതിനൊരു സാധ്യതയുമില്ല. എഴുത്തും വായനയും അറിയായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും കോവിലകത്തെ കാര്യസ്ഥനായിരുന്നേനെ. എഴുതാനും വായിക്കാനും അറിയാത്തതുകൊണ്ടാണല്ലോ അവരെന്നെ പറഞ്ഞു വിട്ടത്. ഇപ്പൊ എന്ത് പറയുന്നു? രാവിലെ സുരേന്ദ്ര സാറിനെ പറ്റി എന്തൊക്കെയാ സാറ് പറഞ്ഞത്? എഴുത്തു വായന അറിയാത്ത ഒരാള് വലിയ പണക്കാരനാവണമെങ്കിൽ അത് വളഞ്ഞ വഴിയിലൂടെ ആയിരിക്കും. ആ ധാരണ ഇപ്പൊ മാറിയോ? ഈ സുരേന്ദ്ര സാർ പറഞ്ഞ പോലെ എഴുത്തും വായന അറിയാമായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പോഴും ഒരു തോട്ടക്കാരനായിട്ട് ജീവിച്ചേനെ. ഇതാണ് മോഹനട ഞാൻ രാവിലെ പറഞ്ഞ ആ പ്രായോഗിക ബുദ്ധി. കോവിലകത്തെ തോട്ടക്കാരനായി കഴിയുമ്പോ സുരേന്ദ്രൻ എന്ന മനുഷ്യൻ വേറെ ഒന്നിനെ പറ്റിയും ആലോചിച്ചില്ല. അവിടെ കിട്ടുന്ന ശമ്പളത്തിൽ തീരുന്ന ആവശ്യങ്ങളെ കക്ഷിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ജോലി പോയതോടെ കഥ മാറി. ജീവിതത്തിൽ വേറെ വഴി നോക്കേണ്ട വന്നതോടെയാണ് സുരേന്ദ്ര സാറിന്റെ ഉള്ളിലുണ്ടായിരുന്ന കച്ചവടക്കാരൻ പുറത്തു വന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ അയാളാക്കുന്നത്. അതിൽ വിദ്യാഭ്യാസത്തിന് സ്ഥാനമില്ല എന്നല്ല,
വിദ്യാഭ്യാസം മാത്രം ഉള്ളതുകൊണ്ട് കാര്യമില്ല എന്ന് മാത്രമേ ഞാൻ രാവിലെ പറഞ്ഞുള്ളൂ. നീ അങ്ങനെ മാത്രമൊന്നുമല്ല പറഞ്ഞത്. വില്ലേജ് ഓഫീസും കെമിസ്ട്രിയും തമ്മിൽ എന്താ ബന്ധം എന്നും ചോദിച്ചു. ഏതെങ്കിലും കെമിസ്ട്രി ലാബിൽ ഇരിക്കേണ്ട ആൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കരം തീർത്ത് രസീത് കൊടുക്കുന്നു എന്നും പറഞ്ഞു. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. സത്യത്തിൽ മോഹനേട്ടൻ കെമിസ്ട്രി തന്നെ പഠിച്ച് ആ വഴിക്ക് പോയിരുന്നെങ്കിൽ റവന്യൂ വകുപ്പിൽ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവുമായിരുന്നു. മോഹനേട്ടനെ പോലെ ഒരു വില്ലേജ് ഓഫീസർ ഉള്ളത് കൊണ്ട് എത്ര പേർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അത് സോപ്പ്. സത്യമായിട്ടും അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. മോഹനേട്ടൻ ഒരു സംഭവമല്ലേ. ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണെന്ന കാര്യത്തിൽ തർക്കിക്കുകയല്ല. പക്ഷേ കാണുന്ന കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനാവില്ലല്ലോ. പഠിച്ചതെല്ലാം മറന്നു കഴിയുമ്പോൾ ബാക്കിയുള്ളതെന്തോ അതാണ് വിദ്യാഭ്യാസം എന്ന മഹത്വചനം ആവർത്തിച്ച് ഇന്നത്തേക്ക് വിടാം.